Okay, നമുക്കിനി സെക്കൻഡ് ലിമിറ്റേഷൻ ഓഫ് വേവ് ക്യാരക്ടർ അഥവാ പാർട്ടിക്കിൾ ക്യാരക്ടറിന്റെ സെക്കൻഡ് ഫിനോമിനൻ നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. നിങ്ങൾ ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്, ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ യു നോ വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ബേസിക് ഐഡിയ മാത്രമേ നമുക്ക് ഇവിടെ കാര്യങ്ങൾ വെക്കാനുള്ളൂ. നമുക്ക് അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനാണുള്ളത്. നമുക്കത് നോക്കാം. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മെറ്റൽ ആണെന്നിരിക്കട്ടെ അല്ലേ, ഇതെന്താ മെറ്റൽ. ആ മെറ്റലിലേക്ക് ഒരു സ്യൂട്ടബിൾ ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്യണം. ലൈറ്റ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രീം ഓഫ് ഫോട്ടോൺ. സോ ഒരു NH ഫോട്ടോൺ വന്നതിലേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫോട്ടോൺസ് ഒന്ന് ഫോളോ ചെയ്യണം. റെഡി? ഒരു ലൈറ്റ് കംപ്ലീറ്റ്ലി വന്നിട്ട് ഇതിൽ ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുന്ന സമയത്ത് എ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോൺസ് ആണ് ഫോളോ എന്ന് പറഞ്ഞു. ആ ഓരോ ഫോട്ടോൺസും ഈ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകം, മെറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെറ്റാലിക് ക്രിസ്റ്റൽ നമ്മൾ എടുക്കുമ്പോൾ അതിൽ അനേകം മെറ്റലിൻ്റെ ആറ്റംസ് ഉണ്ടാവും. അതിൽ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് അതിൻ്റെ ഏറ്റവും ബാലൻസ് ഷെല്ലിലുണ്ടാവും. ആക്ച്വലി ആ മെറ്റലിൻ്റെ സർഫസിലേക്ക് ഫോട്ടോൺ വന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റലിൽ വാലൻസ് ഷെല്ലിലുള്ള ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോണിലേക്കാണ് ആ ഫോട്ടോൺ വന്ന് ഹിറ്റ് ചെയ്യുക. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോൺ ആ ഇലക്ട്രോൺ എന്ത് ചെയ്യും? പുറത്തേക്ക് തെറിപ്പിക്കും, ഇജക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്കിങ്ങനെ മെറ്റലിൻ്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഈ ഫിനോമിന നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, സോ ദാറ്റ്സ് എ ഫിനോമിന ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി സർഫസ് ഓഫ് മെറ്റൽ വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫോളിങ് ഓൺ ഇറ്റ്. ഓക്കെ, വെൻ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഫിനോമിന ഈസ് സെഡ് ടു ബി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, റെഡി? അറിയുന്ന കാര്യമാണ് അല്ലേ? ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഡിസ്കവർ ചെയ്ത ക്രെഡിറ്റ് കൊടുക്കുന്നത് ആക്ച്വലി ഹെഡ്സിനാണ്. ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന ആൾക്കാണ് ഡിസ്കവർ ചെയ്ത ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ അപ്പാരറ്റസ് സെറ്റപ്പ് ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, ഒരു ഗ്ലാസ് ട്യൂബ്. ആ ഗ്ലാസ് ട്യൂബിലായിട്ട് ഇവിടെ മെറ്റൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, റെഡി? മെറ്റൽ എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു അമ്മീറ്റർ ഉണ്ട് കറണ്ട് റീഡിങ്ങിന് വേണ്ടിയിട്ട്. ബാറ്ററിയാണ്. അതിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഒരു ഡിറ്റക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഒരു ഡിറ്റക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ടെർമിനൽ ഈ പറയപ്പെടുന്ന മെറ്റലുമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് എ ഡിറ്റക്ടർ. ഓക്കെ, ഇതൊരു ഗ്ലാസ് ട്യൂബാണ്, ട്രാൻസ്പെറൻറ്റ്. സോ അതിലേക്ക് ലൈറ്റ് വന്ന് ഫോളോ ചെയ്യും. ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല, പക്ഷേ ഈ ഡിറ്റക്ടറിൽ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സെറ്റപ്പ് ടെക്സ്റ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഒബ്സർവേഷൻസ് അവിടെ പറയുന്നുണ്ട്. എപ്പോഴാണോ ഈ ലൈറ്റ് ഫോളോ ചെയ്യുന്നത്, സ്പോട്ടിൽ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഇജക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. സോ ദർ വിൽ ബി എ ഫ്ലോ ഓഫ് കറണ്ട്. ആ കറണ്ട് നമുക്ക് അമ്മീറ്ററിൻ്റെ അകത്ത് എന്ത് ചെയ്യാൻ പറ്റും? റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദാറ്റ് കറണ്ട് ഈസ് സെഡ് ടു ബി ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ കുറച്ച് ഒബ്സർവേഷൻസ് അതിൻ്റെ അകത്ത് ആക്ച്വലി പറയുന്നുണ്ട്. ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. ഒബ്സർവേഷൻസ് നോക്കണേ. ഒബ്സർവേഷൻസ് ഒന്ന്, ഈ പറയപ്പെടുന്ന ലൈറ്റ് ഒന്ന് ഫോളോ ചെയ്യുന്നതും ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതും തമ്മിൽ ടൈം ലാഗ് ഇല്ല എന്നുള്ളതാണ്. സ്പോട്ടിൽ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എന്ത് ചെയ്യും? നടക്കും. എപ്പോഴാണോ ലൈറ്റ് ഫോളോ ചെയ്യുന്ന സ്പോട്ടിൽ തന്നെ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. അതിനുള്ള സമയം വളരെയധികം കുറവാണ്. സോ ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ejection of electron and the incidence of light. ഓക്കെ, ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നതും ഇലക്ട്രോൺ ഇജക്ട് ചെയ്യുന്നതും തമ്മിൽ ടൈം ലാഗ് ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഫോർ എവറി മെറ്റൽ ദർ ഇസ് എ മിനിമം എനർജി ഫ്രം ദ ലൈറ്റ് ദാറ്റ് റിക്വയർഡ് ഫോർ ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഓക്കെ, ഓർ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇങ്ങോട്ട് ഇജക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സംഭവിക്കാനായിട്ട് ഓരോ മെറ്റലിനും ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി എങ്കിലും വന്നിരിക്കണം. ആൻഡ് ദാറ്റ് എനർജി ഈസ് സെഡ് ടു ബി ത്രഷോൾഡ് എനർജി µ0. And the threshold energy, which can be represented as the equation
light velocity of light to the threshold wavelength. ഈ ന്യൂ നോട്ടിനെ പറയുന്ന പേര് അല്ലെങ്കിൽ ന്യൂ സീറോനെ പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി അല്ല, ഇത് ഫ്രീക്വൻസിയാണ്. This is threshold frequency and this is threshold wavelength. നമുക്കൊരു ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിയെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള h കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എനർജി കിട്ടും. ആൻഡ് ദാറ്റ് എനർജി ദാറ്റ് ഈസ് സെഡ് ടു ബി ത്രഷോൾഡ് എനർജി ഓർ വർക്ക് ഫംഗ്ഷൻ ഫൈ. ഈ എനർജിയെ പറയുന്ന പേരാണ് ത്രഷോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ ബൈൻഡിങ് എനർജി എന്ന് പറയാറുണ്ട്. ബൈൻഡിങ് എനർജി, ആ ഇലക്ട്രോൺ ബൈൻഡ് ചെയ്തോടത്തു നിന്നും പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ ആവശ്യമായ എനർജി. ഓക്കെ, സോ ഫോർ എവറി മെറ്റൽ ദർ ഷുഡ് ബി എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ത്രഷോൾഡ് എനർജി ഫോർ ദ photoelectric effect. If there is a particular amount of threshold energy, then there will be a particular amount of threshold energy h nu zero ആണ്. h nu zero ഡിറ്റർമിൻ ചെയ്യുന്ന ആക്ച്വലി h എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അല്ല, പിന്നെ ആരാ ന്യൂ സീറോ ആണ്. So there will be a particular amount of frequency, corresponding frequency. A minimum energy that required for photoelectric effect is said to be threshold energy, so that the minimum frequency will be there, and that minimum frequency is known as threshold frequency. If the frequency is minimum, as per the equation, as per the concept, there will be a maximum wavelength. Maximum wavelength. A maximum wavelength neയാണ് threshold wavelength എന്ന് പറയാം. Threshold wavelength. Okay? അതാണ് in the second ആയിട്ടുള്ള observation. Ready? തേർഡ് ഒബ്സർവേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ, നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് വരികയാണെങ്കിൽ ഒരേ സമയം ഒരുപാട് ഫോട്ടോൺസ് ഇജക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ദാറ്റ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് photons ejected, or that means that is proportional to photoelectric current. ഒരേ സമയം ഒരുപാട് ഫോട്ടോൺസ് ഇജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട്, ആ മീറ്ററിന്റെ റീഡിങ് എന്താവും, കൂടും. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇത്രയും പോസ്റ്റുലേറ്റ്സ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ ബേസിൽ കുറച്ച് ഗ്രാഫുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ പറയാം. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ കേസിൽ ഐൻസ്റ്റീൻ ഒരു റിലേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. പുറത്തേക്ക് ഇജക്ട് ചെയ്ത് പോകുന്ന ഇലക്ട്രോണിന്റെ മാക്സിമം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് അതിലേക്ക് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈറ്റിന്റെ എനർജി എച്ച് ന്യൂ, എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് മൈനസ് ദ ത്രഷോൾഡ് എനർജി ആയിരിക്കും. ഓക്കെ, എനർജി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്, ഇൻസിഡന്റ് ലൈറ്റിന്റെ എനർജിയാണ് എച്ച് ന്യൂ, and this is the threshold and this is the maximum kinetic energy by which the electrons ejected. Okay, or നമുക്കിതിനെ എച്ച് ഓഫ് ന്യൂ മൈനസ് എന്തെന്ന് എഴുതാം, ന്യൂ സീറോ എന്ന് എഴുതാം. ഓർ എച്ച് സി ഓഫ് ന്യൂ എന്ന് പറയുന്നത് സി ബൈ ലാംഡ, ന്യൂ സീറോ എന്ന് പറയുന്നത് സി ബൈ ലാംഡ സീറോ. സോ സിയും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എച്ച് സി ഓഫ് 1 by lambda minus 1 by lambda zero എന്ന്. So these all are the different expression for calculating the maximum kinetic energy. Okay, ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻസിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രാഫുകൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന്റെ കേസിൽ പറയാം. ഗ്രാഫ്, ഓക്കെ, ആ ഗ്രാഫ് എന്ന് പറയുന്നത് ആര് വരും നമ്മളുടെ ഗ്രാഫ്, ഒന്ന് ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജിയും, ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജിയും തമ്മിൽ ഒരു ഗ്രാഫ് വേണമെങ്കിൽ പറയാം. ഫ്രീക്വൻസി വേഴ്സസ് കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി, ഇവിടെ കൈനറ്റിക് എനർജി ആണെങ്കിൽ എപ്പോഴാണോ കൈനറ്റിക് എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യണം. ഇലക്ട്രോൺ ഇജക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി അത് എന്തിനെ ഓവർടേക്ക് ചെയ്യണം, ന്യൂ സീറോനെ ഓവർടേക്ക് ചെയ്യണം. എപ്പോഴാണോ ന്യൂ സീറോനെ ഓവർടേക്ക് ചെയ്യുന്നത് അവിടെ മുതൽ ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി കൈനറ്റിക് എനർജി ആയിട്ട് മാറും. എപ്പോഴാണോ ന്യൂ സീറോനെ ഓവർടേക്ക് ചെയ്യുന്നത് അവിടെ മുതൽ, അപ്പോൾ ഇതുവരെ കൈനറ്റിക് എനർജി ഇല്ല. എപ്പോഴാണോ ന്യൂ സീറോനെ ഓവർടേക്ക് ചെയ്യുന്നത്, നമ്മൾ ഇൻസിഡന്റ് ഫ്രീക്വൻസി ത്രഷോൾഡിനെ ഓവർടേക്ക് ചെയ്യുന്നത് അവിടെ മുതലേ ഫോട്ടോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ, അവിടെ മുതലേ കൈനറ്റിക് എനർജി ഡെവലപ്പ് ചെയ്ത് വരുള്ളൂ. ഓക്കെ, എന്നാൽ അതേസമയം നമ്മൾ ഇവിടെ ഇൻറ്റൻസിറ്റിയും ഇവിടെ കൈനറ്റിക് എനർജിയും പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്ന സാധനം എത്ര തന്നെ കൂട്ടിയാലും കൈനറ്റിക് എനർജിക്ക് വേരിയേഷൻ വരില്ല. ഒരു ഇനിഷ്യൽ കൈനറ്റിക് എനർജി അവിടെ ഉണ്ടായിരിക്കും, ആ കൈനറ്റിക് എനർജി റിമെയിൻ സെയിം ആയിരിക്കും. കൈനറ്റിക് എനർജി ഇസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്, ഫ്രീക്വൻസിയാണ്. നമ്മൾ എക്സ്പ്രഷൻ കണ്ടില്ല, എച്ച് ഓഫ് ന്യൂ മൈനസ് ന്യൂ സീറോ ആണ്. ഓക്കെ, എന്നാൽ അതേസമയം നമ്മൾ
ഇന്റൻസിറ്റിയും നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡും കൂടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ that will be a directly proportional graph. Ready? Okay. ഇനി നമുക്ക് കൈനറ്റിക് എനർജിയും ഇൻസിഡന്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത്തും തമ്മിൽ പ്ലോട്ട് ചെയ്യാം. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേവ് ലെങ്ത് എപ്പോഴാണോ കുറയുന്നത് അപ്പോൾ മാക്സിമം കൈനറ്റിക് എനർജി ആയിരിക്കും. ആൻഡ് കൈനറ്റിക് എനർജി വിൽ ബി 0 when the wavelength equal to threshold wavelength. നമ്മൾ k ഈക്വൽ ടു എച്ച് സി ഓഫ് 1 മൈനസ് ലാംഡ മൈനസ് 1 മൈനസ് ലാംഡ 0 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ പോയിന്റും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്രഷൻ കിട്ടും. നിങ്ങൾ ഗ്രാഫിന്റെ ഷേപ്പ് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അങ്ങനെ ഒരു 4 ഗ്രാഫ് അവിടെ നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. റെഡി? ഫൈൻ. ഇപ്പം നിങ്ങളോട് വർക്ക് ഫംഗ്ഷന്റെ ഓരോ മെറ്റലിലെ വർക്ക് ഫംഗ്ഷന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു മെറ്റലിൽ നിന്നും ഇലക്ട്രോണിനെ എടുക്കാൻ ആവശ്യമായ എനർജിയാണ്. ഒരു മെറ്റലിൽ നിന്നും പെട്ടെന്ന് ഇലക്ട്രോൺ അയണൈസ് ചെയ്യുമെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഏതാണ് നമ്മൾ അയണൈസേഷൻ എനർജിയുടെ ഒരു ഏകദേശം ട്രെൻഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക, വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവുക. ഓക്കെ, ഫൈൻ. അപ്പോൾ അയണൈസേഷൻ എനർജിയുടെ ട്രെൻഡ് അനലൈസ് ചെയ്യാൻ നിങ്ങൾ ക്ലാസിഫിക്കേഷനിലും കാര്യങ്ങളിലും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് അതുപോലത്തെ ഒരു ട്രെൻഡ് തന്നെയാണ് അയണൈസേഷൻ വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവുക. കാരണം അയണൈസേഷൻ എനർജി ഇസ് ദ മിനിമം എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം an atom. Both the kinetic energy is the minimum energy required to remove electron from a metal surface. Both are having same trend. Okay, fine. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഞാൻ ആക്ച്വലി നേരത്തെ റുദർഫോർഡ് മോഡലിൻ്റെ അകത്ത് പറയാൻ വിട്ടുപോയ 1-2 കാര്യങ്ങളുണ്ട്. നോട്ട് ഓക്കെ, സം പോയിന്റ്സ് ഇൻ റാം ആണ്. റുദർഫോർഡ് ആറ്റം മോഡലിൻ്റെ അകത്തുള്ള ചില പോയിന്റ്സുകളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കണം. ആ പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് റേഷ്യോ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. റേഡിയസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് ആറ്റം ടു ദി റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ്, ആറ്റത്തിൻ്റെ റേഡിയസ് ടു ദി ന്യൂക്ലിയസിൻ്റെ റേഡിയസ് വാല്യൂ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി റേഡിയസ് ഓഫ് ആറ്റം വരുന്നത് 10⁻10 മീറ്റർ റേഞ്ചിലാണ്, ആങ്സ്ട്രോം റേഞ്ചിലാണ്. 10⁻10 മീറ്റർ റേഞ്ചിലാണ്. റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് വരുന്നത് ഫെർമി റേഞ്ചിലാണ്, 10⁻15 റേഞ്ചിലാണ്. എന്താണ് 10⁻15 റേഞ്ചിലാണ്. സോ ഇതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് നമുക്ക് 10⁻10 ഡിവൈഡഡ് ബൈ 10⁻15 ചെയ്ത് കഴിഞ്ഞാൽ we obtain the radius ratio as 10⁵. Keep it in mind. Radius ratio എത്രയാണ്? 10⁵. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് അവിടെ വേണമെങ്കിൽ വോളിയം റേഷ്യോ പറയാൻ പറ്റും. എന്താ പറയുക? വോളിയം റേഷ്യോ. വോളിയം റേഷ്യോയുടെ എക്സ്പ്രഷൻ എന്താ വരിക? റേഡിയസ് റേഷ്യോനെ പോലെ തന്നെ വോളിയം ഓഫ് ആറ്റം ടു ദി വോളിയം ഓഫ് ന്യൂക്ലിയസ്. നമുക്കറിയാം, നമ്മൾ ആറ്റത്തിനെ ഫ്രം ദി സെൻട്രൽ ന്യൂക്ലിയസ് വി കൺസിഡർ ദ ആറ്റം ആസ് സ്ഫെറിക്കൽ. സോ വോളിയം ഓഫ് എ സ്ഫിയർ ദാറ്റ് ഈസ് 4/3 πr³, right? 4/3 πr³. So this is a constant. So the concept of ratio volume that will be proportional to the radius cube. So what is the volume ratio means? That will be exactly the radius ratio proportional to the radius ratio cube. So that is 10⁵ all raised to 3. So it is clear that the volume ratio is in the order of 10⁵15. ചോദിക്കാറുണ്ട്, ടെക്സ്റ്റിൻ്റെ അകത്ത് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ റേഡിയസ് റേഷ്യോ 10⁵5 വോളിയം റേഷ്യോ 10⁵15. റെഡി? അപ്പം നമുക്ക് ഫൈൻ, നമുക്ക് അടുത്തതായിട്ടിടാം. Let n be the number of, this is in Rutherford atom model. Okay, അപ്പോൾ അവിടെ നമ്മൾ എത്ര ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റർ ചെയ്തോ അതാണ് n. നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ scattered and theta is the angle of scattering. ഏത് ആംഗിളിലാണ് സ്കാറ്റർ ചെയ്തത്? ചെറിയ ആംഗിളിലാണോ വലിയ 180 ഡിഗ്രി ആംഗിളാണോ? ആംഗിൾ ഓഫ് സ്കാറ്ററിങ്, ആംഗിൾ ഓഫ് സ്കാറ്ററിങ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്കവിടെ റിലേഷൻ പറയാൻ പറ്റും. നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/sin θ/2
or sin raised to 4 theta by 2. സ്കാറ്റേർഡ് ആംഗിളിന്റെ പകുതിയുടെ സൈനിന്റെ 4th പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്ത് സ്കാറ്ററിങ് ആൽഫ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു റിലേഷനൊക്കെ ഉപയോഗിക്കാം. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നതാണ് n1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ 1, n2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് തീറ്റ 2. ദെൻ ദ റേഷ്യോ ഓഫ് n2 by n1, ഇത് n is inversely proportional to theta. So 2/1 റേഷ്യോ എടുക്കുമ്പോൾ തീറ്റയിൽ 1/2 റേഷ്യോ ആണ് വരിക. So sin theta 1/2 divided by sin theta 2/2 all raised to 4. ഇത് ഉപയോഗിച്ചിട്ടും ചില പ്രോബ്ലംസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒരു തിയറി പറഞ്ഞു. ഓക്കെ, അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക. റിലേഷൻ ബിറ്റ്വീൻ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് മാസ് നമ്പർ. ഇപ്പോൾ ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് റുദർഫോർഡ് ആറ്റം മോഡലാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ന്യൂക്ലിയസിന്റെ അകത്താരുള്ളത് ന്യൂക്ലിയോൺസിന്റെ ടോട്ടൽ എണ്ണത്തിന് നമ്മൾ പറയുന്നവരാണ് മാസ് നമ്പർ. ആ മാസ് നമ്പർ എയും ന്യൂക്ലിയസിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ, റേഡിയസ് ഓഫ് ന്യൂക്ലിയസ് that is equal to a constant r0 into the cube root of mass number, and this constant r0 having a value of 1.4 into 10 raised to minus 15 meter. 1.4 തന്നെ ആവണമെന്നില്ല, ഒരു 1.2 മുതൽ 1.4 റേഞ്ച് വരെ വരാം. ഓക്കെ, അത് വെച്ചുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോട്ട് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. നമ്മളിപ്പോൾ സ്റ്റിൽ നിൽക്കുന്ന ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൻ്റെ എൻഡിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള റിലേഷൻസ്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെർഷൻ നിങ്ങൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. അടുത്തത് നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്പെക്ട്രം. ആ സ്പെക്ട്രത്തിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലൈൻ സ്പെക്ട്രമാണ്. ലൈൻ സ്പെക്ട്രം ഓഫ് ഏതാ ഡിസ്കസ് ചെയ്യാനുള്ളത്? ഹൈഡ്രജൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അനേകം സീരീസുകൾ കാണാൻ പറ്റും. ആ സീരീസുകൾ എങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല. നമ്മൾ ആ സീരീസുകളും അതുമായി റിലേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റുകളാണ് പറയുന്നത്. അപ്പോൾ അനേകം എനർജി ലെവലുകളിലേക്ക് എക്സൈറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എനർജി എമിറ്റ് ചെയ്തിട്ട് താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്ന, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു മോളിക്കുലർ ഹൈഡ്രജൻ ഉണ്ട്. അതിനൊരു ഡിസ്ചാർജ് ട്യൂബിൽ വെച്ചിട്ട് ഹൈ ഇലക്ട്രിക് ഡിസ്ചാർജ് നടത്തി കഴിഞ്ഞാൽ, കാഥോഡ് എക്സ്പെരിമെന്റിലൊക്കെ നടത്തിയ പോലെ ഹൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മോളിക്കുലർ ഹൈഡ്രജൻ ഡിസോസിയേറ്റ് ചെയ്ത് അറ്റോമിക് ഹൈഡ്രജൻ ആവും. അറ്റോമിക് ഹൈഡ്രജൻ്റെ അകത്ത് ഇലക്ട്രോണുകൾ ഹയർ എക്സൈറ്റഡ് ലെവലിലായിരിക്കും. ഹയർ എക്സൈറ്റഡ് ലെവലിൽ ഒരിക്കലും ഇലക്ട്രോൺ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല, അത് നേരെ ലോവർ എക്സൈറ്റഡ് ലെവലിലേക്ക് വരും. അങ്ങനെയുള്ള അനേകം എക്സൈറ്റഡ് ലെവൽസ് ആണ് ഞാനിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. എക്സൈറ്റഡ് ലെവൽസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ n=1 ഉണ്ട്, n=2 ഉണ്ട്, n=3 ഉണ്ട്, n=4 ഉണ്ട്, n=5 ഉണ്ട്, സോ ഓൺ n=infinity ഉണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്ത ആളുകളുടെ പേരിലും ഇതിന്റെ റീജിയൻ ഒക്കെ പറയാറുണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്ത് n=1 ആണെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത ആളുടെ പേര് കൊടുക്കുന്ന ലൈമാൻ, 2 ആണെങ്കിൽ ബാമർ, 3 ആണെങ്കിൽ പാഷൻ, 4 ആണെങ്കിൽ ഫണ്ട്. ഇതിങ്ങനെയല്ല ഇതിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓരോ റീജിയനിലാണ്, അതുകൊണ്ട് വിടുത്തിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല, വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ, ആ സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. ഫണ്ട്, സോറി, ദിസ് ഇസ് നോട്ട് ഫണ്ട്. n=4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫണ്ട്, ദാറ്റ് ഈസ് ഹംഫ്രീസ്, സോറി, ബ്രാക്കറ്റ്. ആരാണ്? ബ്രാക്കറ്റ്. ഇത് ഫണ്ട്. n=infinity, ഏതോ ഒരു അനന്തമായ എനർജി ലെവൽ. റെഡി, ഫൈൻ. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മോളിക്കുലർ ഹൈഡ്രജൻ അറ്റോമിക് ഹൈഡ്രജൻ ആയി മാറി. അതിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഹയർ എക്സൈറ്റഡ് ലെവലാണ്. ആ ഇലക്ട്രോൺസ് താഴേക്ക് വരുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് ലൈൻസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇൻഫൈനൈറ്റ് എനർജി ലെവലിലെ ഇലക്ട്രോൺ നേരെ എന്തിലേക്ക് വന്നേക്കാം?
1ലേക്ക് വന്നേക്കാം. മേ ബി അതിൻ്റെ താഴെയുള്ള ഏത് ലെവലിൽ നിന്നും ഏതിലേക്ക് വരാം, 1ലേക്ക് വരാം. ആ എല്ലാ പോസിബിലിറ്റിയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് വരക്കുകയാണെങ്കിൽ ആ കിട്ടുന്നതാണ് ലൈൻ സ്പെക്ട്രം. അപ്പോൾ ഇത് ഇൻഫിനിറ്റിയിൽ നിന്നും ഏതിലേക്ക് വന്നതാണ്, ലൈമാനിലേക്ക് വന്നതാണ്. സോ ദിസ് ഇസ് സെഡ് ടു ബി ലൈമാൻ സീരീസ്. ലൈമാനിലേക്കുള്ള ലൈൻസിനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ലൈമാൻ സീരീസ്. ഓക്കെ, ലൈമാൻ സീരീസ് ആക്ച്വലി കിടക്കുന്നത് അൾട്രാ വയലറ്റ് റീജിയനിലാണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ അകത്ത് ലൈമാൻ സീരീസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും അൾട്രാ വയലറ്റ് സ്പെക്ട്രത്തിലാണ്. ഓക്കെ, എന്നാൽ അതേസമയം N=2 എന്ന് പറയുന്നത് ബാമറാണ്. ആ ബാമർ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുക വിസിബിൾ ആണ്. ഏതില്ല? വിസിബിൾ. N=3 പാഷൻ IR-ലാണ്, 4 IR-ലാണ്, 5 IR-ലാണ്, അങ്ങനെ പോകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് പാഷൻ സീരീസ് നോക്കണം. പാഷൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? പാഷൻ സീരീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എവിടേക്കാണ് വരുന്നത്? 3ലേക്കാണ് വരുന്നത്. എവിടുന്ന് വരാം? ഇൻഫിനിറ്റിന്ന് വരാം, അതിൻ്റെ താഴെയുള്ള ഏത് ലെവലിൽ നിന്ന് വരാം. അതിൻ്റെ താഴെയുള്ള എല്ലാ ലെവലും ഞാൻ വരച്ചിട്ടില്ല. നമുക്ക് പേരും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു 5 ലെവലേ വരച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഇൻഫിനിറ്റിയാണ് വരച്ചത്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ മുകളിൽ പാഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ 3ലേക്കാണ്. 3ൻ്റെ മുകളിൽ നിന്ന് എവിടേക്കും വരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതിലുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഐഡിയകളാണ് ഇനി പറയാൻ പോകുന്നത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കീപ് ഇറ്റ്. ഓക്കെ, ഒന്ന്, ഒരു സീരീസിലേക്കുള്ള തൊട്ട് മുകളിൽ നിന്നുള്ള ലൈനെ പറയുന്ന പേരാണ് ഫസ്റ്റ് ലൈൻ. ഇപ്പോൾ ലൈമാൻ സീരീസിലേക്കുള്ള തൊട്ട് മുകളിൽ നിന്നുള്ള ലൈനിൻ്റെ പേരാണ് ഫസ്റ്റ് ലൈൻ. ബാമറിൽ നിന്നും ലൈമാനിലേക്കുള്ള ലൈനിൻ്റെ പേര് ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ്. അപ്പോൾ ഇതാരാ? സെക്കൻഡ് ലൈൻ. ഇതാരാ? തേർഡ് ലൈൻ. ഇതാരാ? ഇൻഫൈനൈറ്റ് ലൈൻ എന്നല്ല പറയുക. ഇൻഫിനിറ്റി എന്നുള്ള ലൈനെ ഇൻഫൈനൈറ്റ് ലൈൻ എന്ന് പറയില്ല, ലിമിറ്റിംഗ് ലൈൻ എന്നാണ് പറയുന്നത്. എന്താ പറയുക? ലിമിറ്റിംഗ് ലൈൻ. ഓക്കെ, ഫൈൻ. അപ്പോൾ തേർഡ് ലൈൻ ഓഫ് പാഷൻ സീരീസ്, അതിന് മീനിങ് പാഷൻ 3ലേക്കാണ്. ഫസ്റ്റ് ലൈൻ 4, സെക്കൻഡ് ലൈൻ 5, തേർഡ് ലൈൻ 6. തേർഡ് ലൈൻ ഓഫ് പാഷൻ സീരീസ് എന്ന് പറഞ്ഞാൽ 6ൽ നിന്നും ഏതിലേക്ക് വരുന്നു? 3ലേക്ക് വരുന്നു. ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിലേക്ക് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ പറയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രയാസമാണ് മക്കളെ. കാരണം നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 2 ടേംസ് എടുക്കാനുണ്ട്, N1 and N2. N1, N2. ആ N1, N2 തീരുമാനിക്കുന്നത് ആ സീരീസുകളാണ്. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ സീരീസുകൾ ഏതാണെന്ന് തീരുമാനിച്ചാൽ മാത്രം നമുക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇസ് ഇറ്റ് ഓക്കെ? ഫൈൻ. അപ്പോൾ എടാ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം ഹൈഡ്രജന്റെ നോർമൽ, ഇത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം ആണല്ലോ അല്ലേ? ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ ഉള്ള ആളുകളുടെ സ്പെക്ട്രം. ദിസ് എ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ഓർ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ഇപ്പോൾ He+, ഹീലിയം പ്ലസിൻ്റെ അകത്ത് ഹീലിയത്തിൽ ആക്ച്വലി 2 ഇലക്ട്രോൺ ഉണ്ട്. വെൻ ദ ഹീലിയം ബിക്കം ഹീലിയം പ്ലസ് ഇറ്റ് വിൽ ബി 1. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസാണിത്. ഒരു ഇലക്ട്രോൺ ഉള്ള ആളുകളുടെ സ്പെക്ട്രമാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കി. ഓക്കെ, ഞാൻ പറയട്ടെ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ സ്പെക്ട്രം നമ്മൾ പറഞ്ഞു. ഫൈൻ. എക്സ്ട്രാ പറയാനുള്ളൊരു കാര്യം, നമുക്കിപ്പോൾ ഈ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇതാണല്ലോ സ്പെക്ട്രം അല്ലേ? ഇതിൻ്റെ റിലേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആ പോകുന്നതിന് മുമ്പ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൻ്റെ നോർമൽ ഇലക്ട്രോൺ ഉണ്ടാവുക അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ആ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? N=1 ആണ്. അപ്പോൾ ഈ സ്പെക്ട്രത്തിലെ N=1 എന്ന് പറയുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. മുകളിലുള്ളതൊക്കെ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. N=2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റാണ്. N=5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4th എക്സൈറ്റഡ് സ്റ്റേറ്റാണ്. പറഞ്ഞു മനസ്സിലായി? അപ്പോൾ N=N എന്ന് പറയുന്നത് ശരിക്കും N-1th എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കും. N=10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9th എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അതുകൂടെ മനസ്സിലാക്കി. കാരണം എ ലൈൻ ഈസ് ഫ്രം 4th എക്സൈറ്റഡ് സ്റ്റേറ്റ് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. 4th എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ 5 എന്ന്, ഫസ്റ്റ് എക്സൈറ്റഡ് സെക്കൻഡിൽ നിന്ന്. അപ്പോൾ അങ്ങനെ N1, N2 കൂടെ അല്ലെങ്കിൽ ആ സീരീസിൻ്റെ ബിഗിനിങ്ങും സീരീസിൻ്റെ എൻഡും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ അറിയാം. ഇത് ഉപയോഗിച്ച് നമുക്ക് 2 ടേംസ് ഡിഫൈൻ ചെയ്യാണ്ട്, എന്നിട്ട് നമുക്ക് അതിൻ്റെ മുന്നിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ 2 ടേംസ് ഡിഫൈൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞതിൽ നമ്മളിപ്പോൾ കണ്ടു, ഒരു പർട്ടിക്കുലർ സീരീസിൽ നിന്നും അടുത്തതിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? വന്നിരിക്കുന്നത്. എവിടെ നിന്നും വരുന്നോ അതിന് നമ്മൾ N2 എന്ന് പറയും. എവിടേക്ക് വന്ന് പതിക്കുന്നോ അതിന് നമ്മൾ N1 എന്ന് പറയും. ഓക്കെ, സീരീസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത് N2, എവിടേക്ക് വന്ന് പതിക്കുന്നോ അത് N1. ഈ N2, N1 ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് റിലേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. കുറച്ച് റിഡ്ബർഗ് ഫോമുലയും കാര്യങ്ങളും പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ N2, N1 ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് ഫോമുലാസ് പറയാൻ പോവാണ്. ശ്രദ്ധിച്ചോ കേട്ടോ. N2, N1 ഉപയോഗിച്ച് ഫോമുല പറയുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ ഐഡിയ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ കാണാനുള്ള ഒരു N2ൽ നിന്നും N1ലേക്ക് എത്ര സ്പെക്ട്രൽ ലൈനുകൾ ഉണ്ടെന്ന് കാണാനുള്ള ഇക്വേഷൻ
N2 ആദ്യം N1 കുറയ്ക്കുക, എന്നിട്ട് വീണ്ടും N2 N1 കുറച്ചിട്ട് അതിലേക്ക് 1 ചേർത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നുമില്ല, N2 - N1 ഓഫ് N2 - N1 + 1 ഡിവൈഡ് ബൈ 2. N2 N1 കുറക്കുക, ആ നമ്പറാണ് ഇവിടെ. N2 N1 കുറച്ചിലേക്ക് 1 കൂട്ടി നമ്പർ പുറത്തും ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് സ്പെക് ലൈൻസ് കിട്ടും. ഓക്കെ, സോ ദിസ് ഫോർമുല ഇസ് ഇമ്പോർട്ടൻറ്റ്, കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. അടുത്തൊരു ഫോർമുല എന്ന് പറയുന്നത് റിഡ്ബർഗ് ഫോർമുലകളാണ് നമുക്ക് പറയാനുള്ളത്. റിഡ്ബർഗ് ഫോർമുല അല്ലെങ്കിൽ റിഡ്ബർഗ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അതിൻ്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, ഫോർമുലാസ് മാത്രം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിഡ്ബർഗ് ഫോർമുലക്കകത്ത് നോക്കണം. റിഡ്ബർഗ് ഫോർമുലക്കകത്ത് നമ്പർ 1 energy difference between two lines. അല്ലേ, N2 നിന്നും N1 ഒരു ലൈൻ വരുന്നു. N2 ഇലക്ട്രോൺ എനർജി E2, N1 ഇലക്ട്രോൺ എനർജി E1. ഈ രണ്ട് എനർജി ലെവലുകളുടെ വ്യത്യാസം എന്താണോ ആ എനർജിയാണ് ഇവിടെ എന്ത് ചെയ്യാം, റിലീസ് ചെയ്യാം. സോ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ. ഐഡിയ മനസ്സിലായി? എടോ, ഇപ്പോൾ ഒരു 100 ജൂൾ എനർജിയിൽ നിൽക്കുന്ന ഇലക്ട്രോൺ 10 ജൂൾ എനർജിയുള്ള ലോവറിലേക്ക് എത്തണമെങ്കിൽ എത്ര ജൂൾ എനർജി റിലീസ് ചെയ്യണം? 90 ജൂൾ എനർജി അതിൻ്റെ കയ്യിൽ നിന്നും അത് ഒഴിവാക്കണം. ആ 90 ജൂൾ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേഡിയേഷൻ ഒഴിവാക്കിയാലേ ഇവിടെയുള്ള ഇലക്ട്രോൺ ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ഡ്രോപ്പ് ചെയ്ത 90 ജൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എനർജി ഈ ലെവലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് ആണ്, അതാണ് പറഞ്ഞത്. സോ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ 2 ലൈൻസ് എന്ന് പറയുന്നത് ദാറ്റ്സ് ആക്ച്വലി എനർജി എമിറ്റഡ് ബൈ ദാറ്റ് റേഡിയേഷൻ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുക. ആൻഡ് ദിസ് എനർജി ഡിഫറൻസ് വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ബൈ യൂസിങ് ദ ഫോർമുല കോൺസ്റ്റന്റ്. എന്താണ് കോൺസ്റ്റന്റ്? ഒരു കോൺസ്റ്റന്റ് ഉണ്ട് അവിടെ, ഞാൻ ആ കോൺസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓഫ് 1/n1² മൈനസ് 1/n2² ഓഫ് Z². ആ പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഫോളോഡ് ബൈ 1/n1² മൈനസ് 1/n2² ഓഫ് Z². ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം എന്തിനനുസൃതമായിട്ട് മാറും? ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനം യൂണിറ്റിനനുസൃതമായിട്ട് മാറും. ഇപ്പോൾ ജൂളിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ 2.18 ഇൻറ്റു 10⁻⁻18 എന്നായിരിക്കും കോൺസ്റ്റന്റ് if the quantity or the relation defined in joule per atom. അതേസമയം അത് കിലോ ജൂളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ 1312 എന്നായിരിക്കും ആ കോൺസ്റ്റന്റ് വരിക. ബാക്കി പ്രൊപ്പോർഷണാലിറ്റിയും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. അന്ന് അതേസമയം റിഡ്ബർഗ് ഫോർമുല എന്ന് പറയും. ആൻഡ് ദിസ് ഇസ് സെഡ് ടു ബി ദ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഫോർ ദ എനർജി. ഓക്കെ, അത് ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ 13.6 എന്നാണ് വരിക. എന്തിലാണെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ. അത് കിലോ കാലറി പെർ മോളിലാണെങ്കിൽ 313.6 എന്നാണ് വരിക. എന്തിലാണെങ്കിൽ കിലോ കാലറി പെർ മോൾ. ഓക്കെ, അതാണ് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 പർട്ടിക്കുലർ സീരീസുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സീരീസിൽ നിന്നും അടുത്ത പർട്ടിക്കുലർ സീരീസിലേക്ക് ഇലക്ട്രോൺ ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ എനർജി ചോദിച്ചാലും ഇത് തന്നെയാണ് ഫോർമുല. അങ്ങനെ ഈ സീരീസിൽ നിന്ന് ഈ സീരീസിലേക്ക് എത്തണമെങ്കിൽ അത് എമിറ്റ് ചെയ്യേണ്ട റേഡിയേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സീരീസുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ ആണോ? ഞാൻ അടുത്തതിലേക്ക് പോവുക. ഇതുപോലെ എനർജി മാത്രം കണ്ടാൽ പോരാ, ഫ്രീക്വൻസി കാണും. നമുക്കറിയാം ഈ എനർജി എന്ന് പറയുന്നത് ദാറ്റ്സ് ആക്ച്വലി h/nu. സോ നമുക്ക് അവിടുന്ന് വളരെ ഈസി ആയിട്ട് ആ എനർജിയെ h കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് ഫ്രീക്വൻസി കിട്ടുന്ന ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ വരുന്നത് 3.29. ഇപ്പോൾ എന്തിനാ ഡിവൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2.18 ഇൻറ്റു 2.18 നോക്കടാ, 2.18 ഇൻറ്റു 10⁻⁻8 അല്ലടാ 18. താഴ്ത്തി നന്നായി. 2.18 ഇൻറ്റു 10⁻⁸ എന്ന് പറയുന്ന വാല്യൂയെ നമ്മൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതാ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്? ഏതാ? h കൊണ്ട് ഡിവൈഡ്. ഈ വാല്യൂവിനെ എനർജിയുടെ കോൺസ്റ്റന്റ് h കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ വാല്യൂ എന്താടാ? 6.626 അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 3.29 ഇൻറ്റു 10⁻15. ബാക്കി സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് എന്ത് തന്നെയാണ്? 1/n1² മൈനസ് 1/n2² ഓഫ് Z² തന്നെയാണ്. പക്ഷേ ജൂൾ പെർ ആറ്റത്തിനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. ജൂൾ പെർ ആറ്റത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓട്ടോമാറ്റിക്കലി
ഹെഡ്സ് പെർ ആറ്റം ആയിരിക്കും. ഹെഡ്സ് പെർ ആറ്റം. ഓക്കെ, ഹെഡ്സ് പെർ ആറ്റം. അപ്പോൾ ഇതാണ് യൂണിറ്റ്. റെഡി? ഹെഡ്സ് പെർ ആറ്റം. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കാണാനുള്ള എക്സ്പ്രഷൻ ഇതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് nu bar equal to nu by c. So if you know that nu, then you can easily find the nu bar. So this is a constant which involved in the nu. So in a c on divide, what is c? 300/18. 300/8. അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 1.09677 into 10⁻⁷. ഇത്രയൊന്നും ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ വാല്യൂന് നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ 1.1 എന്ന് എടുത്താൽ മതി. ആരും ചോദിക്കൂല. ഓക്കെ, all of 1/n1 square minus 1/n2 square into z square. ഇത് വേവ് നമ്പർ ആണ് കണ്ടത്. സോ ദിസ് ഈസ് ഇൻ മീറ്റർ ഇൻവേഴ്സ്. യൂണിറ്റ് എന്താണ്? മീറ്റർ ഇൻവേഴ്സിലാണ്. സോ വേവ് നമ്പർ കാണാനുള്ള എക്സ്പ്രഷൻ ഇതാണ്. അപ്പോൾ എനർജി എവിടുന്നൊക്കെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നേ? പറഞ്ഞേ. നമ്മൾ രണ്ട് ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസിന് എക്സ്പ്രഷൻ ഉണ്ടാക്കി, അതിൽ നിന്നും റിലേഷൻ വെച്ചിട്ട് ഫ്രീക്വൻസിക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കി, ഫ്രീക്വൻസിയും വേവ് നമ്പർ തമ്മിലുള്ള റിലേഷനും വേവ് നമ്പറിന് എക്സ്പ്രഷൻ ഉണ്ടാക്കി. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ പറയാത്തൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അടുത്ത ഡൗട്ട് എന്താണ് സാറേ സെഡ്? നമ്മൾ N1 N2 എന്താണെന്ന് പറഞ്ഞു. ഇനി പറയാനുള്ളത് എന്താണ് ഇസഡ് എന്നുള്ളതാണ്. ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്പർ ഓഫ് പ്രോട്ടോൺ അഥവാ അറ്റോമിക് നമ്പർ ആണ്. ഇത് എല്ലാവർക്കും ഒന്നും പറ്റൂല. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനെ പറ്റുള്ളൂ. ഒരു ഇലക്ട്രോൺ ഉള്ള ആൾക്കേ ഇത് പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വളരെ ചുരുക്കം ആളുകൾക്ക് ഇത് പറ്റുള്ളൂ. ഇതിലൊക്കെ ഒരു ഇലക്ട്രോൺ ഉള്ളത് അല്ലേ? ഹൈഡ്രജൻ ഓട്ടോമാറ്റിക്കലി ഒരു ഇലക്ട്രോൺ ആണ്. സോ വാട്ട് ഈസ് ഇസഡ് വാല്യൂ? 1. ഹീലിയം ഇലക്ട്രോൺ ഒന്നാണ്, പക്ഷേ പ്രോട്ടോൺ ആണ് 2. ഇസഡ് വാല്യൂ ഇസ് ദ പ്രോട്ടോൺ നമ്പർ ഓർ അറ്റോമിക് നമ്പർ ഓഫ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. 1 ഇലക്ട്രോൺ സ്പീഷീസിന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഹീലിയം ആയതുകൊണ്ട് 2 ആണ്, ലിഥിയം ആയതുകൊണ്ട് 3 ആണ്, ബെർലിയം ആയതുകൊണ്ട് 4 ആണ്. പക്ഷേ B3+ പ്രോട്ടോൺ എണ്ണം 4 ആണ്, പക്ഷേ 3 ഇലക്ട്രോൺ അവിടെ, 1 ഇലക്ട്രോൺ അവിടെ ബാക്കിയുള്ളൂ. ഇതൊക്കെ 1 ഇലക്ട്രോൺ സ്പേസ് ആണ്. Na+10. Na+10 ആകുമ്പോൾ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 10 അല്ല, പിന്നെന്താ 11 ആണ്. ഓക്കെ, ഐഡിയ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ 1 ഇലക്ട്രോൺ ഉള്ള സ്പീഷീസിന്റെ അറ്റോമിക് നമ്പർ എന്താണോ അതാണ് ഇസഡ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ലൈൻ സ്പെക്ട്രത്തിന്റെ അകത്ത് എന്ത് ചെയ്യാനുള്ള, തിയററ്റിക്കലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള. അപ്പോൾ ഇതിൽ നിന്നും ഒരു സപ്പോർട്ട് കിട്ടിയിട്ടാണ് ആക്ച്വലി എന്തിലേക്ക് കടക്കുന്നത്? ബോർ മോഡലിലേക്ക് കടക്കുന്നത്.